ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് കേരള സിലബസ് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു. കുട്ടികൾക്ക് താല്പര്യമില്ല എന്നതാണ്. കാരണം സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ 2 വർഷത്തെ അധ്യാപക കോഴ്സൊക്കെ പഠിച്ച് അതുപോലെ തന്നെ ഡിഗ്രി നിർബന്ധമാക്കാൻ പോകുന്നു. അപ്പോൾ ഡിഗ്രി ഇനി എടുത്തോളുണ്ടാവുക. 3 വർഷത്തെ ഡിഗ്രി പഠിച്ചവരുണ്ട്. ഇനി അത് 4 വർഷമായി. ഡിഗ്രി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വർഷമായിരിക്കുന്നു. അപ്പോൾ അതും പഠിച്ച് അതുപോലെ തന്നെ കേറ്ററ്റ്, സെറ്റ്, സീറ്ററ്റ്, നെറ്റ് എന്നീ യോഗ്യതകളൊക്കെ നേടി 4 വർഷം കാത്തിരുന്ന് LP UP ഒക്കെ എഴുതിയെടുത്ത് അല്ലെങ്കിൽ ലിസ്റ്റിൽ കയറി അല്ലെങ്കിൽ പൈസ കൊടുത്ത് കയറി അധ്യാപകരായിട്ട് സ്കൂളിലെത്തുമ്പോൾ അവിടെ പഠിക്കാൻ കുട്ടികളില്ലാത്ത വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയും നമ്മുടെ സ്വപ്നമാണ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കണം, അവർ നമ്മളെ സാറ് അല്ലെങ്കിൽ ടീച്ചർ എന്നൊക്കെ വിളിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പഠിക്കാൻ കുട്ടികളില്ലാത്തപ്പോൾ ഒന്ന് അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പാട് ഒന്ന് പുറകോട്ട് നോക്കുക, എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ ടീച്ചർ എന്നുള്ള മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ നമുക്ക് ഇത്രയും യോഗ്യതകൾ, അധ്യാപകർക്ക് ഇത്രയും യോഗ്യതകളൊക്കെ വേണമെന്ന് വാശി പിടിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് കുട്ടികളെ ഈ ഒരു വിദ്യാഭ്യാസ നയത്തിലൊരു മാറ്റങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ, ഈ പോകുന്ന കുട്ടികളെ അവിടെ തന്നെ ആ ഒരു ക്ലാസ്സിൽ തന്നെ ഇരുത്താനുള്ള കഴിവില്ലാതെ പോകുന്നത്? എപ്പോഴും പറയും അധ്യാപകർ പഠിപ്പിക്കുന്ന 1 മുതൽ 10 വരെയുള്ള അധ്യാപകർക്ക് ഇന്ന യോഗ്യതകൾ വേണം, ഇതില്ലാതെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം പറയുമ്പോഴും പഠിക്കാൻ കുട്ടികളില്ല എന്നതാണ് സത്യം. ഈ ഒരു കുട്ടികളെ കണ്ടുപിടിക്കാൻ നമ്മളാണ് ഇറങ്ങേണ്ടത്. ഇപ്പോൾ പറയും നിങ്ങൾ ക്ലാസ്സിൽ ഇത്ര കുട്ടികളില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി കുട്ടികളെ കണ്ടുപിടിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ പിടിച്ചു കൊടുക്കണമെന്ന്. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ വീട്ടുകാരും നമ്മൾ പറയുന്ന കേട്ട് കുട്ടികളെ വിടാതിരിക്കുമെന്ന് അല്ല, അവർ നോക്കുന്ന നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, സ്വന്തം വീടിന് മുമ്പിൽ വണ്ടിയിൽ കൊച്ചുങ്ങളെ കൊണ്ടിറക്കുന്നു, അവരുടെ വീട്ടിലെന്ന പോലെ സ്കൂളിൽ നോക്കുന്നു. അങ്ങനെയുള്ള CBSE സ്കൂളുകളിലെ കുട്ടികളെ വിടത്തുള്ളൂ. അത് നമ്മളായാലും അങ്ങനെ വിടത്തുള്ളൂ. പക്ഷേ ഈ ഒരു മാറ്റം കൊണ്ടുവരാതെ അധ്യാപകർക്ക് ഇന്ന യോഗ്യത വേണം എന്ന് പറഞ്ഞ് കൊണ്ടുവരികയും പഠിക്കാൻ കുട്ടികളില്ലാത്തൊരവസ്ഥയും, ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ ആരോട് പറയാനാണ്? അല്ലേ, എന്ന് മാറാനാണ്?